നമ്മള് ഇന്ന് കോൾ ഓപ്ഷനെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടാ. നമ്മൾ മോർണിംഗിൽ ഒരു എൻട്രി എടുത്തു. 77,300 തന്നെ നമ്മൾ എടുത്തിട്ട് 77,100 നമ്മൾ എടുത്തിട്ട് ഇന്ന് ഒരു 8,000 രൂപ നമ്മൾ ടാർഗറ്റില് ഒഴിവായി. അതിനുശേഷം നമ്മൾ വീണ്ടും മാർക്കറ്റ് ഡൗൺ വന്നപ്പോ നമ്മൾ 77,300 കോൾ ഓപ്ഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അതെ, സെൻസെക്സിന്റെ എക്സ്പയറിയിൽ ഉണ്ടാവുന്ന മൊമെന്റം ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതും 0 to 0 ട്രേഡിന്റെ പ്രോബിലിറ്റികളും ഒക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കൂടി വേണ്ടിയിട്ടാണ് എടുക്കണത് കേട്ടാ. എങ്ങനെയുണ്ട് മൊമെന്റം എന്നൊക്കെ നോക്കാം നമുക്ക്. നമ്മുടെ ഇത് 77,300 ഓൾറെഡി റൺ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതായത് നമുക്ക് എങ്ങനെ റൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാട്ടാ. നമ്മള് ഇത് ചെയ്തുള്ളത് 10 ലോട്ട് എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് കേട്ടാ. അത് 0 to 0 പ്രോബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കിട്ടിയ കാരണം കൊണ്ട് നമ്മൾ 10 ലോട്ട് എടുത്തിട്ടുണ്ട്. 25,000 രൂപയാണ് നമ്മൾ ക്യാപിറ്റൽ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടാ. ഇത് മൊമെന്റം ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതിന്റെ ഇടയിൽ നമ്മൾ ലോട്ടുകൾ മേടിച്ച് വിൽക്കുക കാര്യങ്ങളൊക്കെ ചെയ്യൂട്ടാ. അങ്ങനെ ആവറേജിങ് കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ഇതിനെ മൊമെന്റം നമുക്ക് പിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മൊമെന്റം ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കണ്. എന്തായാലും നമുക്കത് ചെക്ക് ചെയ്തിട്ട് നോക്കാം കേട്ടോ. മാർക്കറ്റ് മൊമെന്റം തന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും DK വരുന്നുണ്ട് കേട്ടാ. 300 സസ്റ്റെയിൻ ചെയ്യണില്ല വെച്ചെങ്കിൽ നമുക്ക് നല്ലതല്ല. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് കണ്ടാവൂട്ടാം. കാരണം ഇതൊക്കെ ഇൻട്രൻസിക് വാല്യൂ എന്നില്ല, ടൈം വാല്യൂ ആയിട്ട് നിൽക്കുന്ന സ്ട്രൈക്കുകളാണ്. 300 400 500 ഒക്കെ. അതായത് 0 to 0 പ്രോബബിലിറ്റി ഉണ്ടെന്നുള്ളൂ. അവർക്ക് എങ്ങനെ വേണമെങ്കിൽ ഇതിനെ ഡൗൺ അടിക്കാൻ പറ്റും. അപ്പൊ നമുക്കത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പോലെ അവര് നമുക്ക് ലോസ് വരുത്താനും ചാൻസ് ഉണ്ട്. അപ്പൊ അത് കാരണം നമ്മൾ അധികം ഹൈ റിസ്ക് ഒന്നും എടുക്കില്ല മാർക്കറ്റില്. ഇപ്പൊ നമ്മള് 5 ലോട്ട് ഇപ്പൊ സ്റ്റോപ്പ് ലോസ് കണ്ടായിട്ടാ. നമ്മൾ റെയ്ഡ് ചെയ്യാന്ന് വിചാരിച്ച കാരണം കൊണ്ടാ, അല്ലാച്ചെങ്കിൽ നമുക്ക് 10-12,000 രൂപ കിട്ടേണ്ടതായിരുന്നു. മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോഴേ കെയർ ചെയ്ത് അപ്രോച്ച് ചെയ്തില്ല വെച്ചെങ്കിൽ ഇത് എന്ന് പറയുന്നത് അവർക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം 10-30 പോയിന്റ് അപ്പാക്കാനും ഡൗൺ ആക്കാന്നൊക്കെ പറഞ്ഞാൽ സിമ്പിൾ ആയ കാര്യമാണ്. ഇതില് സൈസ് ചെയ്തിട്ട് ആവറേജ് ചെയ്ത് മേടിച്ച് വിറ്റ് നിൽക്കൽ മാത്രമാണ് ഇപ്പോൾ പോസിബിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. ഞാൻ മൂവ്മെന്റ് കണ്ടപ്പോ നല്ലൊരു ഗാമ എഫക്റ്റ് കിട്ടിയാലോ എന്ന് വിചാരിച്ചു. അത് അവര് അവിടെ നമുക്ക് ട്രാപ്പ് തന്നു. എന്തായാലും വാച്ച് ചെയ്ത് നോക്കാം. ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടായി. ഇനി നമുക്ക് ഒരു 5 ലോട്ടും കൂടെ ഉള്ളത്. 5 ലോട്ടിന്റെ മൊമെന്റം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. 3 മണി വരെ നോക്കണം എന്ന് വിചാരിക്കുന്നത്. 1 മണിയാകുമ്പോൾ ഒരു ബൂമിങ്ങോ കാര്യങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി 5 ലോട്ടുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിച്ച അത്ര മൊമെന്റം നമ്മുടെ ഫണ്ട് കിട്ടില്ല. ഇനി നമുക്ക് നല്ല മൂവ്മെന്റ് ഉണ്ടായിട്ട് 240 എന്നുള്ള നമ്മുടെ സെക്കൻഡ് ടാർജറ്റിലേക്ക് പോകണം. ഫസ്റ്റ് ടാർജറ്റിൽ നമ്മൾ കുറച്ച് കൊടുത്തു കേട്ടോ, ക്വാണ്ടിറ്റി കൊടുത്തു. പക്ഷെ സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്ത കാരണമാണ് നമുക്ക് പ്രോഫിറ്റ് നമ്മുടെ കുറയാൻ കാരണം. നേരെ മറിച്ച് നമുക്ക് ഹാഫ് കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും റീ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇതിനെ കൂടുതലാക്കാൻ പറ്റും നമുക്ക്. അപ്പൊ സൈസിങ് ഞാൻ കുറച്ചേരം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മൂവ്മെന്റ് കണ്ടപ്പോൾ മാക്സിമം പിടിക്കാൻ ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തതാ. പക്ഷെ അത് നിർത്തിയിട്ടില്ല. കൺസോൾട്ടേഷൻ മോഡലിലേക്ക് വന്നു. കൺസോൾട്ടേഷൻ വന്ന കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻട്രൻസിക് വാല്യൂ ഒന്നുമില്ല, ടൈം വാല്യൂ മാത്രമല്ലേ ഉള്ളൂ. അപ്പോ എത്ര വേണമെങ്കിൽ അവർക്ക് സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്യാൻ പറ്റും. അതിന്റെ കണക്കൊക്കെ പിന്നെ അവർക്ക് അവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവും. നോക്കാം. നോക്കിയിട്ട് നമുക്ക് മാക്സിമം റെഡി ചെയ്യാൻ പറ്റുമോ നോക്കാം.
ഇന്നും മാർക്കറ്റിനുണ്ടായ സിനാരിയോ മനസ്സിലായില്ലേ? നല്ല ഗ്യാപ്പ് അടിച്ചു, ഇതിൽ നമ്മൾ പ്രോഫിറ്റ് എടുത്തു. അതിനുശേഷം റിട്ടേൺ വന്നപ്പോ ഈ റേഞ്ചിലൊക്കെ എടുത്തുട്ടാ, സപ്പോർട്ട് എടുക്കുന്ന വെച്ചിട്ട് നമുക്ക് അതിൽ ഫുള്ള് എക്സാക്റ്റ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ലോട്ട് കുറവെടുത്തുള്ള ആവറേജ് ഇത് ശരിയാക്കി അങ്ങനെ മേടിച്ച് വിറ്റിട്ട് ഈ 125 റേഞ്ചിലേക്ക് എത്തിച്ചു. പക്ഷെ അതിന്റെ ഇടയിൽ കുറച്ച് നമുക്ക് പാനിക്കും കാര്യങ്ങളൊക്കെ വരുത്തുന്ന പോലെ മാർക്കറ്റ് ബിഹേവ് ചെയ്തിട്ടാണ്. പക്ഷെ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞ് മേടിച്ച് വിറ്റ് അങ്ങനെയാണ് നമ്മൾ ഇതിനെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടാ. അല്ലാതെ ഈ സിസ്റ്റം കണ്ടിട്ടുള്ള അത് നോക്കിയിട്ട് കാര്യമില്ല. ഇന്ന് ഫുള്ള് ട്രാപ്പായിരുന്നു. ഇപ്പോഴും ഡൗൺ സൈഡിനുള്ള ട്രാപ്പ് പോലെ ക്രിയേറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഇപ്പൊ മുകളിലേക്ക് കയറി വീണ്ടും കോൾ ഓപ്ഷനെ അട്രാക്ഷൻ ചെയ്ത് അവരിനൊക്കെ കൊടുന്ന സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ റിട്ടേൺ അടിച്ചുള്ളത്. അതേപോലെ തന്നെയാണല്ലോ പുട്ട് ഓപ്ഷൻകാർ ഇവിടുന്ന് പ്രതീക്ഷ വയ്ക്കും. പെട്ടെന്ന് കിട്ടാത്തവർ ഇവിടുന്ന് പ്രതീക്ഷ വെച്ചു, അവർക്കൊരു പ്രതീക്ഷ കൊടുത്തതിന് ശേഷം അവരിനിപ്പോ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ രണ്ടിന്റെ മിഡിലായിട്ടുള്ള ഏരിയയാണ് ഇത്. ഇതിന്ന് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യണത് അനുസരിച്ച് മാർക്കറ്റ് 500 വരെ, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 500 550 റേഞ്ചിലേക്ക് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ഈ പൈസ 240 രൂപയായിട്ട് മാറുള്ളൂ കേട്ടോ. അപ്പോഴാണ് അത് ടൈം വാല്യൂ കവർ ചെയ്തിട്ട് ഇന്റർനെറ്റ് വാല്യൂ കിടക്കുള്ളൂ. 400 കടന്നാലാണ് നമ്മുടെ ടൈം വാല്യൂ മാറിയിട്ടത് ഇന്റർനെറ്റ് വാല്യൂ എന്നുള്ള കണക്കിലേക്ക് വരുള്ളൂ. അപ്പൊ മാർക്കറ്റ് ആദ്യം 400ലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. 400 എന്നുള്ള റേഞ്ചിലേക്ക് ആദ്യം മാർക്കറ്റ് മൂവ് ചെയ്യണം. അത് 1 മണിക്ക് 1:30 ഒക്കെ ആകുമ്പോഴേക്കും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാൻസ് ഉണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി 77,300 സീറ്റാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും 77,400 എടുത്ത് അതിനെ ആവറേജ് ചെയ്ത് കുറച്ചധികം റിസ്ക് ഉള്ള ഒരു മാർക്കറ്റാണ്. പക്ഷെ 0 to 0 വല്ല പ്രോബിലിറ്റി ഉണ്ടോന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടാ. കാരണം സേഫ് ആയിട്ടുള്ള സേഫ് സോണിൽ എപ്പോഴും നമ്മളൊരു ചെക്കിംഗ് ഉണ്ട്. ഇന്ന് ഉണ്ടോന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ വിചാരിച്ച മൊമെന്റം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. നമുക്ക് നോക്കാം. നമുക്ക് നോക്കി നോക്കാം. മാർക്കറ്റിന്റെ മാക്സിമം ഒരു 3 മണി 3-5 വരെയൊക്കെ 0 to 0 പ്രോബിലിറ്റി ഉണ്ട്. അപ്പൊ അതിനെ ഓരോ സ്റ്റെപ്പായിട്ട് നോക്കണം. നമ്മള് മുഴുവൻ എടുക്കുന്നില്ല, നമ്മള് കുറെ ലോട്ടുകൾ കൊടുത്തിട്ട് തന്നെ നോക്കുള്ളൂ. നോക്കി നോക്കാം ഏതുവരെ പോകുന്നു. നമ്മള് പകുതി ലോട്ട് കഴിഞ്ഞു കേട്ടാ. ഇനി 5 ലോട്ടുള്ളത്. പ്രോബിലിറ്റി ഉണ്ടോന്ന് ചെക്ക് ചെയ്യണ്. പ്രോബിലിറ്റി ഉണ്ടോന്നുള്ളത് നമുക്ക് പറയാനൊന്നും പറ്റില്ല. കാരണം 0 to 0 ട്രേഡിന്റെ പ്രത്യേകത അറിയില്ലേ. ഹീറോ ആവും, അതുപോലെ തന്നെ 0 ആവും എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ നേരെ വഴിക്ക് എടുക്കുന്നവർക്കൊക്കെ ഇത് ഭയങ്കര റിസ്ക് ആണ്. പിന്നെ ഇതിൽ നല്ല രീതിയിൽ സെല്ലിങ് ആൾക്കാർ വന്നെന്ന് അറിയണം. അതുപോലെ നെക്സ്റ്റ് വീക്കിനുള്ള പ്ലാനിങ്ങുകൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത്. അതിനനുസരിച്ച് അവർക്ക് പ്രിപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഇനിയും ഒരു 100 പോയിന്റ് കൂടി ഒക്കെ ഒരു ഗാമ എഫക്റ്റ് കിട്ടും എന്നുള്ളത് നോക്കണം കേട്ടോ. 100 പോയിന്റ് കൂടി ഗാമ എഫക്റ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ട്രയൽ ചെയ്യാം. അപ്പൊ ഇത് ട്രയൽ ചെയ്യാന്ന് പറഞ്ഞാല് ഭയങ്കര റിസ്ക് ആണ്. കാരണം ട്രയൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഒരു സിമ്പിൾ ആയിട്ട് അടിച്ചു കളയും. ഇതിൽ ഒരേ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, ക്വാണ്ടിറ്റികൾ പകുതി കൊടുക്കുക, അതേ പറ്റുള്ളൂ. പിന്നെ അല്ല വെച്ചെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ പോയി കഴിഞ്ഞാൽ വിൽക്കുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും മേടിക്കുക. അങ്ങനത്തെ ഒരു പൊസിഷന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സാധിക്കുള്ളൂ. അല്ലാതെ ഉള്ള കാര്യങ്ങൾ ഭയങ്കര ടഫാ. നമുക്ക് നോക്കാം, നമുക്ക് മാക്സിമം റൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഇനി ആകെ 3 ലോട്ടുള്ളൂട്ടാ. ബാക്കി കൊടുത്തു കഴിഞ്ഞു. നമ്മള് 15 ലോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതില് 12 ലോട്ടും കൊടുത്തു കഴിഞ്ഞു. ഇനി 3 ലോട്ടുള്ളത് നമ്മള് സേഫ് ആക്കി. നമ്മളെ 10,000 എന്നുള്ളത് 14,000 എന്നുള്ള രീതിയിൽ പ്രോഫിറ്റ് ഇന്നത്തെ നമ്മൾ സേഫ് ആക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷൻ കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ 25,000 തന്നെ സേഫ് ആക്കാൻ പറ്റും. അത് നോക്കണത് മാർക്കറ്റിലെ ഫണ്ട് ഉണ്ടാക്കണമെങ്കിൽ നല്ല പേഷ്യൻസ് വേണം, നല്ല കറേജ് വേണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ നല്ല അറിവ് വേണം കേട്ടോ. നല്ല അറിവ് കാര്യങ്ങൾ ഒക്കെ വേണം.
ഇത്ര കാര്യങ്ങളുണ്ടെങ്കിൽ ആ മാർക്കറ്റിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്യണത്. എങ്ങനെയാണ് ബിഹേവിങ് കാര്യങ്ങള്, നോർമലി മാർക്കറ്റിന്റെ മൂവ്മെന്റ് എങ്ങനെയാ ഓപ്ഷൻ ഗ്രീക്സ്, ഗാമ, ഇൻട്രൻസിക് വാല്യൂ, ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി തരാനാണ് ഈ വീഡിയോ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണത് കേട്ടാ. രണ്ടിലോട്ടും കൂടി ഉള്ളോട്ടാ. കാരണം പറക്കണതൊക്കെ കുറച്ചൊക്കെ പറന്നുണ്ട്. പറക്കണത് മാക്സിമം ഒക്കെ 180 വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇനി മുഴുവൻ കാത്തിരുന്നിട്ട് ഇനി ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം 700 വരെയൊക്കെ പോയതാണ്. അവിടെ നിന്നാണ് മാർക്കറ്റിംഗ് എത്തിയത്. അപ്പൊ അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ലോട്ട് വെക്കാന്ന് വെച്ചിട്ടാ. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് 300 രൂപയിലേക്ക് എത്തൂട്ടാ. അത് വേറെ കാര്യം. നമ്മൾ അങ്ങനെ നോക്കണില്ല, അങ്ങനെ എല്ലാതും എടുക്കണില്ല. നമ്മൾ ഒരു വിധമായി കഴിഞ്ഞാൽ നിർത്തും. നമ്മള് എല്ലാതും വൈൻഡ് അപ്പ് ചെയ്ത് വിട്ടാം. നമ്മള് മാക്സിമം റൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയതാണ്. അപ്പൊ നമ്മുടെ ആക്ച്വലി പ്ലാൻ പോലെ തന്നെയാണ് നടന്നുള്ളൂ. അതിനും കൂടുതൽ പോയില്ല. 180 നമ്മൾ മാക്സിമം ടാർഗറ്റ് എടുത്തത് കേട്ടാ. പിന്നെ ഇടയിലും പുറത്ത് അങ്ങനെ സെറ്റ് ചെയ്തു വിട്ടാം. അപ്പൊ ഇന്ന് ഇത്തിരി ടഫ് മാർക്കറ്റ് തന്നെ ആയിരുന്നു സെൻസസ് എക്സ്പയറി. എന്നാലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം നോക്കി ലൈവിലേക്ക് വരിക. ഞങ്ങളുടെ ലൈവ് എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നിഫ്റ്റി, ബുധനും വ്യാഴം സെൻസെക്സ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടണേറ്റും കൂടുതൽ അറിവും ഡീപ്പായിട്ടുള്ള അനലൈസിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ചാനലിനെ ഫോളോ ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ്.